അപ്പോൾ നമ്മുടെ നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ വിഭവമാണ്. അത് ചക്ക കൊണ്ടുള്ള വിഭവമാണ്. ചക്ക കൊണ്ട് എങ്ങനെ അട ഉണ്ടാക്കാം അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചക്ക നമ്മൾ ഇപ്പോൾ കുറച്ച് കുരു കളഞ്ഞ് പൊളിച്ച് വെച്ചതാണത്. അപ്പോൾ അരിഞ്ഞ് വെച്ച ചക്ക നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് ഒരു അച്ച് വെള്ളം ഇട്ടു. ഇനി ഒരു തുള്ളി വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ കുക്കറിൽ അടിച്ചെടുത്ത നമ്മുടെ ചക്ക. ഈ അടിച്ചെടുത്ത ചക്കയിലേക്ക് നമ്മൾ ചൂടാറും മുന്നേ തന്നെ നമ്മൾ അരിപ്പൊടി വറുത്തതിൻ്റെ ഒരു ചെറിയൊരു പ്ലേറ്റ് പൊടി വറുത്തത് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുക. അതെന്താ വെച്ചാൽ ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായി കുഴയ്ക്കുക. ഈ അരിപ്പൊടി നമ്മൾ ചേർത്തിട്ട് നന്നായി മിക്സാക്കുക. അതായത് സ്പൂൺ കൊണ്ട് നന്നായി മിക്സാക്കുക, പറ്റിയില്ലെങ്കിൽ കൈ കൊണ്ട് മിക്സാക്കുക. ഇതുപോലെ നമ്മൾ ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇതിലേക്ക് അരമുറി നാളികേരം ചെരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇലയിൽ നന്നായി പരത്താം. അത് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും പരത്താം. അത് പരത്തിയിട്ട് നമ്മൾ ഈ ചെരുകി വെച്ച നാളികേരം നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ ഒരു സൈഡിലിട്ട്, നമ്മൾ നാളികേരം മാത്രമേ വേണ്ടൂ, കാരണം വെല്ലം അതിലിട്ടിട്ടുണ്ട് ചക്കയിൽ. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നാളികേരം മാത്രം ഉള്ളിൽ വെച്ചാൽ മതി. അങ്ങനെ നാളികേരം ഇട്ട് മടക്കുക. അങ്ങനെ അല്ലാതെ നമ്മളിപ്പോൾ ഇലയിൽ പരത്തി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി. ഇനി നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ്. ആ ചുട്ടെടുക്കുന്നത് അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ചുട്ടെടുത്താലും മതി. ഒരു സൈഡിൽ ഇല മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശരിക്കും അട ഉണ്ടാക്കണ പോലെ മറ്റേ സൈഡ് മറിച്ചിടുക. ഇപ്പം നമ്മൾ ഒരു അടപ്പ് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാതും നമ്മൾ ചുട്ടെടുക്കും. അങ്ങനെ നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചക്ക ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.